ലോകത്തെ വീഡിയോ കാണുന്നതാണ്. എന്റെ അമ്മ ഗർഭിണിയായ അച്ചായിക്ക് എപ്പോഴും ജോലിക്കുവാണ്. ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയി സ്കൂളിലാണ് ഞാൻ UKG പഠിച്ചത്. അതാണ് സ്കൂള്. അപ്പൊ ഞാനൊരു പാട്ട് പാടാം. അമ്പലപ്പുഴ കടവിൽ വെച്ചോ മുന്നകപ്പടവൻ വെച്ചോ മാറിയെ കണ്ടു ഞാൻ കാട്ടു ചെമ്പകത്തോപ്പിൽ മണി കാട്ടു ചെമ്പകപ്പൂവിൽ വെച്ചോ മണി വയാടിക്കിളിയേ വയാടിക്കിളിയേ. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. കമോൺ ഗൈസ്. അപ്പൊ ഞാൻ പല സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് എടുത്തണ്ട, അതാണ്. അപ്പൊ ഫസ്റ്റ് ഹാർഡ് വർക്ക് ഇതാണ്. ഞാൻ ഒരു പേപ്പറിലാണ് എഴുതിയേക്കുന്നത്. ഇതാണ് കേട്ടോ, കേട്ടോ. ഇതൊരു ഗിഫ്റ്റ് പേപ്പറാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ഇതുപോലെ കൊടുത്തു. ഇവിടെ ഈ ബോക്സ് കൊടുത്ത് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെയാണ് ഇത്. പിന്നെ സെക്കൻഡ് ഇതാണ്. ഈ ബ്ലൗൺ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഒരു ലഡ്ജ് പ്ലേ കൊടുത്തു. പിന്നെ ഇവിടെ ഓറഞ്ച് കുറച്ച് സാധനങ്ങൾ കൊടുത്തു. ഇവിടെ ഓറഞ്ച് കൊടുത്തു, ഇവിടെ ഓറഞ്ച് കൊടുത്തു, ഇവിടെ ഓറഞ്ച് കൊടുത്തു. പിന്നെ ഈ രണ്ടെണ്ണത്തിൽ മാത്രം ഒരു ബ്ലൗസ് ചെയ്തായിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇതാണ് സെക്കൻഡ് ഞാൻ ചെയ്തത്. അപ്പൊ ഇത് തേർഡാണ് ഞാൻ കാണിക്കാൻ പോണേ. ഇതാണ് തേർഡ് വണ്ണ്. ഇവിടെ രണ്ട് ഓറഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ രണ്ട് സിൽവർ കളേഴ്സ് 1 2 3 4 5 ഒരു 6 സിൽവർ കളേഴ്സ് കൊടുത്തു ഞാൻ. പിന്നെ ഒരു കുറച്ച് ഗ്രീൻ കളറായിട്ടുള്ള ഒരു സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് തേർഡ് വണ്ണ്. തേർഡ് ചെയ്താണ് ഞാൻ ഇത്. പിന്നെ ഇതൊരു ലോട്ടറി ടിക്കറ്റ് ആണ്. ലോട്ടറി ടിക്കറ്റ് ഞാൻ എന്തോ ചെയ്തൊക്കെയാണ്. ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡാണ് രണ്ട് സൈഡിലും. പിന്നെ ഈ രണ്ട് താഴത്തും മേലെയും ആയിട്ട് ഞാൻ ഇങ്ങനെ വണ്ണം കൊടുത്തതാണ്. അതാണ് ഫോർത്ത് വന്ന് ഞാൻ ചെയ്തത്. പിന്നെ ഇതൊരു ബുക്കാണ്. ഞാൻ ടീച്ചർ പേപ്പറിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു ബുക്കാണ് ഇത്. ബ്ലൂ കളറാണ് ഇതിൻ്റെ വന്നേക്കുന്ന ഷെയ്ഡ്. കണ്ടോ, ബുക്കാണിത്. കണ്ടോ, ബുക്കാണ്. ഒരു കുഞ്ഞു ബുക്കാണ്. ഇതൊരു കഥയൊക്കെ ഉള്ള ഒരു വലിയൊരു ബുക്കാണ് കേട്ടോ. അത് ഞാൻ ഗ്ലിറ്റർ പേപ്പറിൽ വെച്ച് പൊതിഞ്ഞിട്ടുണ്ട്. മേൽഭാഗം മാത്രം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഒരു നിമിഷം. ഇതാണ് ഞാൻ അടുത്തത് ചെയ്തത്. ഇത് അടുത്ത ചെയ്തേക്കുന്നത് ഞാൻ ഇതാണ്. ഇതിലും മൊത്തം ഒരു ഇതാണ്. ഇവിടെ വെക്കാൻ ഇതില്ലായിരുന്നോണ്ടാണ് ഞാനിവിടെ ബ്ലൂ ആൻഡ് ഷെയ്ഡ് കൊടുത്തത്. ഒരു റെഡ് ആൻഡ് ബ്ലൂ ഷെയ്ഡാണിത്. ഇത് ഒരു കഥ പറയുന്ന ബുക്കാണ്, ചെറിയ ബുക്ക്. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു പെട്ടി കൊടുത്തു. ഇവിടെ ഒരു ലൈൻ കൊടുത്തു, ഓറഞ്ച് കളർ. ഇത് രണ്ടും ഓറഞ്ച് ആണ്, ഇതും ഓറഞ്ച് ആണ്. ഇവിടെ മാത്രം ഞാൻ കളർ ഷെയ്ഡ് റെഡ് കൊടുത്തേക്കുന്നത്. അതൊരു കഥ പറയുന്ന ബുക്കാണ്. അപ്പൊ അടുത്തത് വന്നത് ഇതാണ് കേട്ടോ. ഇതിലും ഒരു ആഷ് കളർ, ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെ ഞാൻ കൊടുത്തേക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതും ഒരു കഥ പറയുന്ന ബുക്കാണ്. ഇവിടെ ഞാൻ ഈ ഗിഫ്റ്റ് പേപ്പറിൽ തന്നെ കുറച്ച് ഡിസൈൻ ഒക്കെ ചെയ്തു. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ലാസ്റ്റ് വന്ന ബുക്കാ. ഇവിടെ ഞാൻ ഡിസൈൻ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഈ കോഫി കളർ, പിന്നെ ഇതൊരു പിങ്ക്, റെഡ്, ബ്രൗൺ, ലാച്ച്, പിങ്ക്, ബ്രൗൺ, പിങ്ക്, ലാച്ച്, അങ്ങനെ കൊടുത്തു. ഇതാണ് എൻ്റെ ഹാർഡ് വർക്ക് ചെയ്തത്. അപ്പൊ ഞാൻ അടുത്ത എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇതുപോലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് ആണ്. ഇങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. ഇതിന്റെ കളർ ചേഞ്ച് ബ്ലൂ, പിങ്ക് അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. ഞാൻ എടുത്തത് ബ്ലാക്ക് ആണ്. എനിക്കിനി പിങ്കും കൂടെ എടുക്കാനുണ്ട്. ഇതിന്റെ പിങ്ക് കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിങ്കും കൂടെ ഇതിന്റെ എടുക്കും കേട്ടോ. ഇതാണ് ഇത് ഡ്രസ്സ്. ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് കാണിച്ചു കണ്ടോ. ഇതാണ് ഇത് ഡ്രസ്സ് ഫുള്ളായിട്ടുള്ളത്.
കൈ വന്നത് ഇങ്ങനത്തെ ഒരു ഇതായിട്ടാണ് കൈ വര. ഇവിടെ ഇതേപോലത്തെ ഒരു ഇതാണ്. ഇവിടെ ഇങ്ങനെ എന്തോ ഒരു ഇതുപോലെ ഇതാണ് വന്നേക്കുന്നത്. ഇവിടെ കുറെ ഡിസൈൻസ് ഉണ്ട് ബാക്കിലും ഇതായിട്ട്. പിന്നെ ഇതാണ് ബാക്ക് വശം എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ ഉള്ളത് ബാക്കും പേപ്പർ ഇല്ലാത്തത് ഫ്രണ്ടും ആണ് കേട്ടോ. ഇതിങ്ങനെ വലിയ ഡ്രസ് ഇങ്ങനെ ഇറക്കം കൊടുക്കണമെങ്കിൽ ഇറക്കം കൊടുക്കാം. അപ്പൊ ഇത്രയുള്ള എന്റെ വീഡിയോ. ടാറ്റാ.